ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഇന്നലെ നൈറ്റ് ഇരുന്നിട്ട് ഞാനൊരു അടിപൊളി ടൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ലോക്കൽ ഹോസ്റ്റിനകത്താണ് ഞാനിവിടെ റൺ ചെയ്യുന്നത്. അതാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കോഡ് കോഡേഴ്സ് എന്ന് പറയുന്നത് ഞാനൊരു ജസ്റ്റ് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സ്റ്റാർട്ട് കോഡിംഗ് നൗ, അതുപോലെ തന്നെ എക്സ്പ്ലോർ പാറ്റേൺസ്, ഇങ്ങനെ 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഫിബിനാച്ചിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് ഒരു ചെറിയ ഹോം പേജ് മാത്രമേ ഉള്ളൂ ക്രിയേറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഇനിയാണ് കാണാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് കോഡിംഗ് നോ എന്ന് കൊടുക്കാം നമുക്ക്. ഓക്കെ, ജസ്റ്റ് ഇത് ലോക്കൽ ഹോസ്റ്റിനകത്താണ് റൺ ചെയ്യുന്നത്. നോക്കാം, നിങ്ങൾക്ക് URL ജസ്റ്റ് നോക്കാം. ഞാൻ റിഫ്രഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഇത് റണ്ണിങ് ആണ്. ഞാൻ VS കോഡിനകത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി റണ്ണിങ് ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ പ്രോഗ്രാമേഴ്സിൻ്റെ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് C ഉണ്ട്, അതുപോലെ തന്നെ C++, അതുപോലെ തന്നെ പൈത്തൺ, ഇങ്ങനെ ജാവാസ്ക്രിപ്റ്റ്, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഇനിയും ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് എന്ത് ചെയ്ത് തരാം, ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ റൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കമ്പൈലർ ഇവിടെ കമ്പൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, വെൽക്കം ടു കോഡ് കോഡേഴ്സ് എന്ന് ഞാൻ കൊടുത്തിട്ടുള്ള ഡിഫോൾട്ടായിട്ട് കൊടുത്തിട്ടുള്ള ഇവിടെ റൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നമുക്ക് ലൈറ്റ്, അതുപോലെ തന്നെ ഡാർക്ക് മോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഡാർക്ക് മോഡാണ് ഇഷ്ടം, അതുകൊണ്ട് പ്രോഗ്രാമേഴ്സിന് അതായിരിക്കും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ഇവിടെ 100+ പാറ്റേൺസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഫീച്ചർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പാറ്റേൺസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഡയമണ്ട് എന്ന് ഇവിടെ DI എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് പാറ്റേൺ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ലെവൽ ഡിഫിക്കൽട്ടി കാണിക്കുന്നുണ്ട് ഇവിടെ, ഹാർഡ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അതിനകത്ത് കോഡും, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തിട്ടുള്ള കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോ എക്സ്പ്ലനേഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇവിടെ താഴെ റീഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് കോഡ് കോപ്പി ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൺ ഇൻ കമ്പൈലറാണ് മെയിൻ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഡ് തന്നെ നമ്മുടെ കമ്പൈലറിനകത്ത് നമുക്ക് ആ ഒരു കോഡ് നമുക്ക് കിട്ടും. ഓക്കെ, ഞാൻ ഇവിടുന്ന് പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. അവിടെ വന്നിട്ടുള്ള ആ ഒരു സെയിം ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഇവിടെയും കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടൊന്ന് റൺ ചെയ്ത് ചേഞ്ചസ് കൊടുത്ത് കാണിച്ചില്ല. ഓക്കെ, ഇപ്പോൾ ആ ഒരു ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ്. ഇത് ലോക്കൽ ഹോസ്റ്റിനകത്ത് മാത്രമല്ല, ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പാറ്റേൺസിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിഫിക്കൽട്ടി എന്ത് ചെയ്യാൻ പറ്റും, സോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈസിയിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈസിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെ ഇപ്പം ഞാനൊരു 20 ക്വസ്റ്റ്യനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എൻ്റെ കയ്യിനകത്ത് എന്തുണ്ട്, ഒരു 100+ പാറ്റേൺ ഉണ്ട്. അതുകൂടെ ഞാൻ എന്ത് ചെയ്യാം, വൈകാതെ തന്നെ ഇതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ ഇതല്ലാതെ എന്ത് ചെയ്യാം, നമുക്ക് പാറ്റേൺസ് അല്ലാതെ അരേ ക്വസ്റ്റ്യന്, അങ്ങനെ എന്ത് ചെയ്യുക, ജാവ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈസി, അതുപോലെ തന്നെ മീഡിയം നോക്കിക്കഴിഞ്ഞാൽ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് കിട്ടും. അതുപോലെ തന്നെ ഹാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, പിന്നെ ഇവിടെയും നമ്മൾ എന്ത് എടുത്തിട്ടുണ്ട്, നമുക്ക് ലൈറ്റ് മോഡും അതുപോലെ തന്നെ ഡാർക്ക് മോഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഞാൻ ഇതിൻ്റെ ലൈവ് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഞാൻ വേഴ്സലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ലിങ്ക് എന്ന് പറയുന്നത് വേഴ്സലിനകത്ത് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇനി ഞാൻ എൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ codecodes.in എന്ന് പറയുന്നൊരു ഡൊമൈൻ നെയിം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് പുതിയൊരു പേജിനകത്ത് നോക്കാം. ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിൽ codecodes.in എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എൻ്റർ കൊടുക്കാം. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2ലോട്ടും പോകാം. സ്റ്റാർട്ട് കോഡിംഗ് നോവിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, പെട്ടെന്ന് തന്നെ കമ്പൈലർ വന്നിട്ടുണ്ട്. റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, റണ്ണിങ് ആണ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് അവിടെ വരുന്നുണ്ട്. ഇനി വേറെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സിൻടാക്സ് നമുക്കൊരു എറർ കൊടുത്ത് നോക്കാം. ഞാനിവിടെ സെമികോളിനെ ഒഴിവാക്കി ഇനി റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അതിൻ്റെ എറർ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു കോഡ് എഡിറ്റർ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ വേറെ ലാംഗ്വേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണിക്കും C++ ഓൺലൈൻ കമ്പൈലർ, അതുപോലെ തന്നെ ജാവ ഓൺലൈൻ കമ്പൈലർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അവിടെയുള്ള അതുപോലെ തന്നെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. ഇപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് ഞാൻ കുറച്ച്, അതായത് ഒരു 1 അവറിനകത്തൊക്കെ ഇരുന്നിട്ട് കംപ്ലീറ്റ് ആക്കിയതാണ് ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഇനി ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.